അർജുൻ്റെ കുടുംബം രൂക്ഷമായ ആരോപണങ്ങളാണ് മനാഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ വൈകാരികത മുതലെടുക്കാൻ മനാഫ് ശ്രമിക്കുന്നുവെന്നാണ് ആദ്യ ആരോപണം. ഇക്കാര്യങ്ങളിൽ നമുക്ക് മനാഫിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെ രൂക്ഷമായാണ് താങ്കൾക്കെതിരെ ഇന്ന് കുടുംബം സംസാരിച്ചിരിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം മാധ്യമത്തിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം. ഞാനൊന്നും കണ്ടിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതും അറിയില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും? താങ്കളുടെ യൂട്യൂബ് ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം താങ്കൾ ആ ചാനലിൽ കൂടെ പുറത്തുവിടുകയാണ്. ആ ചാനലിൻ്റെ റീച്ചായിരുന്നു താങ്കളുടെ ലക്ഷ്യം. എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ. ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല. ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരോടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓർക്കെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കണം. ഒരാൾ സാധാരണക്കാരന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി. യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണം, ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണം, എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഓരോന്നെ സഹായിച്ചിക്കണം. ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിക്കണ്. റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ അവരൊക്കെ ഓർക്കാതെക്കാനോ ഒന്നും കഴിയില്ല. എന്തിനും ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു വിജയം അതായത് ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചോടുന്ന് കിട്ടി. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ, വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ, എന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല. ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ മോനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ് വിഷയം എന്ന് തോന്നുന്നു. അർജുൻ്റെ മോനെ ഏറ്റെടുക്കാറെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ ഓരോരുന്ന് പോവുകയല്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, അർജുൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗം നമ്മൾ എന്താ പറയുക, അവന് അർജുൻ ഇല്ലാത്തൊരു തോന്നൽ വരാതെ നിൽക്കാന്നുള്ള. ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ, ലൈഫിൽ അർജുന് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ, അല്ല അർജുൻ്റെ മോൻക്ക് അവൻ എന്ത് ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കുക. അതേ ആവശ്യമുള്ളൂ. പിന്നെ എൻ്റെ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ വാഹനത്തിന് അർജുൻ എന്നുള്ള പേരിടുന്നതാണ് പ്രശ്നമെങ്കിൽ അർജുൻ എന്നുള്ള പേര് ഇപ്പോൾ ഒരു ട്രേഡ് മാർക്കൊന്നുമല്ലല്ലോ. ആലോചിക്കേണ്ട വിഷയം എൻ്റെ ഫാദറാണ് എൻ്റെ പ്രൈഡ്. എല്ലാവരുടെ ഫാദറായിരിക്കും ഏറ്റവും വലിയ അഭിമാനം. ഞാൻ സാഗർകോയ എന്ന ആളെ എൻ്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആ അഭിമാനമാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർകോയ ടിമ്പർ എന്ന് വന്നത്, എൻ്റെ ലോറിക്ക് സാഗർകോയ ടിമ്പർ വന്നത്. ഈ സാഗർകോയ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ അർജുൻ എന്നുള്ള പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ തൊഴിലാളിൻ്റെ വീട്ടിലുള്ളവർക്ക് കയ്യില്ലെങ്കിൽ ഇപ്പം എന്ത് പറയാനാ? അതിപ്പോൾ അത്ഭുതമേ തോന്നുന്നുള്ളൂ. പിന്നെ ഒരു ആരോപണം കേട്ടത് ഒരു 2000 റുപ്യ കൊടുത്തുനിന്ന്. എൻ്റെ ഒരു ഉസ്താദ്, അത് നമ്മളൊരു ആത്മീയ നേതാവ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ പോയിട്ട് കുട്ടികളെ കാണുമ്പോൾ അപ്പൂപ്പന്മാരെന്ത് കൊടുക്കും? ഒരു ചെറിയൊരു തുക പോക്കറ്റിലിട്ട് കൊടുക്കും. ആ കുട്ടിക്ക് ഒരു 2000 റുപ്യ എത്ര കൊടുത്ത പോലും ഞാൻ കണ്ടില്ല. ഒരു പൈസ കൊടുത്ത്. അതല്ലാതെ അതൊക്കെ ഇപ്പോൾ ഒരു വലിയ വിഷയമാക്കേണ്ട ആവശ്യം. പക്ഷേ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടോ അത് പ്രചരിക്കുന്നു. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അറിയില്ല. പിന്നെ അവൻ്റെ സ്കൂട്ടർ
ഓൻ തന്നെ പോയി. പിന്നെ സ്കൂട്ടറിൻ്റെ മുകളിൽ ഇവർക്ക് എന്താ ഇപ്പോൾ, സ്കൂട്ടർ ഓൻ പെയിൻ്റ് അടിച്ചതാണ്, അവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വെച്ച്. ഇതാണ് സംഭവിച്ചത്. ഇതിൽ ആരെങ്കിലും നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഓൻ്റെ സ്കൂട്ടറാണെന്ന് പറഞ്ഞു. അപ്പം ആ വെച്ച രംഗം എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഓടി കാർ എടുത്തിട്ട് കാർ പോർച്ചിൽ നിന്ന് മാറ്റിയിട്ടിട്ട് അവിടെ വെച്ചത്. അത് നമ്മളെ സ്വന്തം പേഴ്സണൽ ഇത്. അത് അവർ മനസ്സിലാക്കിയിട്ട് ഒരു എന്താ പറയുക, ഒരു യൂട്യൂബിൽ ഇട്ടതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ ഒരു വലിയ തെറ്റാണ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മ എന്നെ എൻ്റെ ആ ഫാമിലി എന്നെ അങ്ങനെ തള്ളിപ്പറയണത്. ഉറപ്പായിട്ടും ഞാൻ ഓരോ നെഞ്ചോട് ചേർത്തിട്ടാണ്. ഓർക്ക് എന്നെ എന്തും പറയാം. ഇതിന് ഞാനെതിരെ വലിയ പ്രതികരണത്തിന് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ആ ഫാമിലിൻ്റെ കൂടെ ഓർക്ക് എന്താവശ്യമുള്ള സമയം ആ ആവശ്യമുള്ള സമയത്ത് ഞാൻ നിൽക്കും. ഇതുവരെ നിന്നിക്കണ്. വലിയൊരു പ്രയാസമുള്ള സമയനും അത് അതിജീവിച്ച ഞമ്മക്ക് ഈ ഒരു ചെറിയ വിഷയം അതിജീവിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നേരിട്ടുള്ളൂ. അത് പ്രശ്നമില്ല. താങ്കൾ ഈശ്വർ മാൽപ്പയും കൂടെ ഒരു നാടകമാണ് അവിടെ കളിച്ചത്. കാര്യം ഡ്രഡ്ജറൊക്കെ വന്ന ശേഷം ഒരു പൂർണ്ണ നാടകങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് പറയുന്നു. ഈശ്വർ മാൽപ്പയൊക്കെ ആഴങ്ങളിലൊക്കെ പോയി മുങ്ങി ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരാൾ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. അദ്ദേഹവും ഇത്തരത്തിലൊരു റീച്ച് കൂട്ടാനുള്ള ശ്രമം നടത്തിയെന്ന്. അങ്ങനൊന്നും പറയരുത്. യഥാർത്ഥ ഈശ്വരൻ കോപിച്ചു, അങ്ങനൊന്നും പറയരുത്. അയാൾ കഷ്ടപ്പെട്ടത് ഗംഗാവലിപ്പുഴൻ്റെ തീരത്ത് ഞാൻ നിന്നതാണല്ലോ. നിങ്ങളെ ചാനൽ നിങ്ങളെ ബൈജേട്ടനോട് ചോദിച്ചാൽ മതി. ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിക്കണ്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കടമുണ്ട്. അത് നമ്മളെ മതം, നമ്മളെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്ത്. ഇതിൻ്റെ പിന്നിലൊന്നും ആരും നിൽക്കില്ല ഈ കാലഘട്ടത്തിൽ. നമ്മൾ നിന്ന് അത്ര തന്നെ. നമുക്കത് നിൽക്കണം തോന്നി. അതിനുവേണ്ടി ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കച്ചവടവും എൻ്റെ ജീവിതവും ഞാനൊരു ഏകദേശം ഒരു 8 കിലോ കുറഞ്ഞു. എന്നെപ്പോൾ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലാവില്ല, പ്രായം കൂടിപ്പോയി എന്നാണ് പറയുന്നത്. എൻ്റെ സഹപ്രവർത്തകരത്. ഞാനിവരെ കൂടാണ് ജീവിച്ചത്. എൻ്റെ താങ്ങും തണലാണ്. അപ്പം എന്നെ മനസ്സിലാവില്ല. ഞാനിവിടെ 2.5 മാസത്തിന് ശേഷമാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണാൻ വരുന്നത്. ഞാൻ ഒരുപാട് ക്ഷീണിതനായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഓർക്കില്ലേനു. എനിക്കിതൊന്നും ഓർമ്മയില്ലേനു. നമ്മളൊരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് ആ ലക്ഷ്യത്തിന് എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിന്. ഓരൊക്കെ തള്ളി പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നില്ല. ഓരോ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, എന്തെങ്കിലും അവിവേകം പറ്റിപ്പോയിണ്ടാവും. ക്ഷമിച്ചു കൊടുക്കുക. ആരും ഓലെ കുറ്റം പറയരുത്. ഞാൻ ദയവ് ചെയ്ത് പറയാണ്, ആ ഫാമിലിനെ കുറ്റം പറയരുത്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ ഒന്ന് കേട്ടെ. കഴിഞ്ഞ ദിവസം വരെ, ഇന്നിപ്പം ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി വരെ താങ്കളെ ഒരുപാട് വാഴ്ത്തിപ്പാടുകയായിരുന്ന ആൾക്കാർ വലിയൊരു ഒരു പ്രശസ്തനായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ എല്ലായിടത്തുനിന്നും അങ്ങനെ ഒരു പ്രതികരണങ്ങളൊക്കെയാണ് വന്നത്. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറി മറിയുന്നത്. താങ്കൾക്ക് വലിയൊരു വിഷമം തോന്നുന്നുണ്ടോ? അറിയില്ല എന്താന്നുള്ളത്. ഞാനായിട്ട് ഫേമസ് ആയിട്ടുമില്ല. ഇനിയിപ്പോൾ ഫേമസ് ഞാനായിട്ടായാലും അതും കുഴപ്പമില്ല. ഇങ്ങനെ അപമാനം എനിക്ക് ഇപ്പം ആദ്യമായിട്ടൊന്നല്ല. എനിക്ക് പല ഘട്ടങ്ങളിലും അപമാനം സഹിക്കേണ്ടി വന്ന്. ഫാമിലിൻ്റെ അടുത്തുനിന്നല്ല കേട്ടോ, പൊതുവെ അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ എന്താ പറയുക, ഒരു പ്രശസ്തിക്കോ മറ്റുള്ളതിനോ ഒന്നും ചെയ്യുന്ന പരിപാടിയല്ല. ഞാൻ അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. കുറച്ച് സമൂഹത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ടായിരുന്നു. ഞാനൊരു കച്ചവടക്കാരനാണ്, കുറേ കച്ചവടത്തിൽ ബിസി ആയിരുന്നു. പക്ഷേ എൻ്റെ ബിസിനസ്സിൻ്റെ പുറമേക്ക് വന്നപ്പോഴാണ് സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന് മനസ്സിലായത്. അതിനെപ്പറ്റി ഞാൻ കുറേ സംസാരിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇനിയും സംസാരിക്കും. അതൊക്കെ അർജുൻ്റെ വിഷയം കഴിഞ്ഞ് ഇനി ഈ വിഷയത്തിൽ ഞാനായിട്ടൊരു വിവാദം ആഗ്രഹിക്കുന്നു. ഇത് അവസാനിപ്പിക്കുകയാണല്ലേ അർജുൻ്റെ വിഷയം? ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു? അതെ, ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞു. ഇനി അർജുൻ്റെ വിഷയം അത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അർജുനെ നഷ്ടപ്പെട്ടു, കണ്ടെത്തി.
അത് ഏത് പാതാളത്തിലാണ് കണ്ടെത്തും എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അത് കണ്ടെത്തി അവൻ്റെ വീട്ടിൽ വൃത്തിയായിട്ട് ഏൽപ്പിച്ച് ആ അമ്മക്കും അച്ഛനും കൊടുത്ത വാക്ക് നിറവേറ്റി. ഇനി ഞാൻ അവിടെ നിൽക്കരുത്, ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫാമിലിനെ കിട്ടിയെന്ന് സന്തോഷിച്ചിരുന്നു. പിന്നെ അതിന് എന്താ പറഞ്ഞാൽ മനാഫിന്റെ സ്നേഹത്തിന് അവിടെ വില ഇല്ലെങ്കിൽ മനാഫ് പിന്നെ അവിടെ നിൽക്കൂല. പോരും വീഡിയോകളൊന്നും ഇനിയും യൂട്യൂബിൽ സ്വന്തം യൂട്യൂബിലൊന്നും അല്ല, എന്റെ യൂട്യൂബ്, എന്റെ ലോറി, അതൊന്നും അല്ല. ഈ അർജുന്റെ വീഡിയോകളൊന്നും ഇനിയും ചെയ്യുമോ? അത് അവരുടെ ആവശ്യം അതുകൂടിയാണ്. അതൊക്കെ എന്ത് അർജുൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാല് ആ ഒരു ജനവികാരം ആ അർജുന്റെ എല്ലാവരും മനസ്സിലുണ്ട്. ഇനി ആ വിഷയങ്ങളിൽ ആവശ്യമില്ല. അങ്ങനെ പേര് പോലും പറയരുത് പറഞ്ഞ് വിലക്കാൻ ഒന്നും. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ, അതൊന്നും ആർക്കും അത് നോക്കണ്ട. ഇതൊക്കെ ചെറിയ മാറ്ററാ, അതൊക്കെ വെറുതെ. താങ്കൾ വല്ലാതെ മുറിവേറ്റോ ശരിക്കും ഈ പുറത്ത് പറയുന്ന? മുറിവ് എപ്പോഴും എനിക്ക് പുത്തരിയല്ല. ഞാൻ മുറിവ് ഏറ്റിട്ടും വീണിട്ടും എണീറ്റ് ഓടെ ആളാണ് ഞാൻ അത്ര വേഗം തളരൂല. എന്തായാലും അദ്ദേഹം പിന്നോട്ടില്ല. പക്ഷേ ഈ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണവുമായി കുടുംബം മുന്നോട്ട് വന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും ഗൂഢകാര്യങ്ങളുണ്ടോ എന്നാണ് മനാഫ് ചോദിക്കുന്നത്.